ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ക്ലാസ്സിനൊക്കെ പോയിട്ട് വന്നെങ്കിൽ വെച്ചപ്പോൾ മണി 10:30 ഇന്നും കുറേ കളിപ്പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ എന്തായാലും രാവിലെ പോകുമ്പോൾ കാപ്പി ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെ ഞാൻ പൂരി വാങ്ങിച്ചു കേട്ടോ. പൂരി മസാല കറി നോക്കുമ്പോൾ നല്ല പഴംപൊരിയും ഇത് നല്ല ചൂടോടെ കൊണ്ടുവയ്ക്കുന്നത്. അങ്ങനെ ഞാൻ അതും കൂടെ വാങ്ങിക്കും. അപ്പോൾ ഞാൻ കഴിക്കുന്നത് ഈ വെച്ചിട്ട് ഒരാൾ ഇറക്കം എനിച്ചില്ല. കണ്ടോ, നല്ല പൂരി വട. ഞാൻ ഒരു വട ഓൾറെഡി ഒരു കടി കടിച്ചു കേട്ടോ, നല്ല ചൂടുള്ളതുകൊണ്ടേ. അപ്പോൾ ഇത് നമ്മൾ എങ്ങോട്ടാണെന്നല്ലേ, അപ്പോൾ നമ്മൾ അവിടെ പോകാൻ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ഒരാൾ ഉറക്കം ഇങ്ങനെ താമസിച്ചു. അങ്ങനെ പിന്നെ അഭിരാമിയുടെ കല്യാണമല്ലേ, അപ്പോൾ ഉച്ചയ്ക്ക് ചെല്ലാനൊക്കെ ഇവിടെ വന്ന് വിളിച്ചിട്ട് പോയാൽ നമുക്ക് മോശമല്ലേ പോകാമായിരുന്നു കഴിഞ്ഞാൽ. ഞാൻ അവിടെ കിടന്ന് വളർന്നതല്ലേ. പിന്നെ ഞാൻ എന്തായാലും എന്നെ കൊണ്ട് ബസ് കയറ്റി വിടാൻ വേണ്ടി എൻ്റെ ചേട്ടൻ കൊണ്ടുവന്നില്ല. അപ്പോൾ ഞാൻ ബസ്സിൽ കയറി വീട്ടിൽ ധ്യാനസ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഉച്ചയാകുമ്പോൾ ഞാനും അമ്മയും ധ്യാനസും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ റെഡിയായി നിൽക്കുകയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വീഡിയോ എടുത്തു, പക്ഷേ സൗണ്ട് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ വോയിസ് ഇടുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല സദ്യ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല പായസം, അടപ്പായസം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അഭിരാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയിലെ ഞങ്ങൾക്ക് ശേഷമുള്ള ജൂനിയർ കുട്ടികളാണ് കേട്ടോ. അതിൽ ഒരു കുട്ടിയാണ് അഭിരാമി. ഇനിയുണ്ട് ജ്യോതി, അവരൊക്കെ അവരുടെ കല്യാണമൊക്കെ ആവാറായിട്ടുണ്ട്, ഏകദേശമൊക്കെ എല്ലാത്തിനും കെട്ടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ധ്യാനസ് ഉദയമാരുടെ കടയിൽ പോയി ഇതെല്ലാം വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ജസ്റ്റ് എടുത്ത പേര് കൂടെ ഇട്ടയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കല്യാണത്തെ തലേദിവസം ഫംഗ്ഷനൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അറിയാമോ, നമ്മൾ വയലിൻ ക്ലാസ്സിന് പോവാണ് കേട്ടോ. വൈകുന്നേരം നമുക്ക് കിളിമാൻ്റെ വെച്ചിട്ടാണ് വയലിൻ ക്ലാസ് വരുന്നത്. ചേച്ചി അശ്വതി ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി, നമ്മുടെ വയലിൻ ക്ലാസ് ഉള്ള ചേച്ചിയുടെ വീട്ടിൽ വെച്ചാൽ നമുക്ക് ക്ലാസ്. കിളിമാൻ്റൊന്നും പോകണ്ട അങ്ങ് വരെ. അപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഷൂട്ടല്ല. അപ്പോൾ ലാലൂക്കാവിൽ ഉത്സവമാണ്. ഞാൻ എല്ലാ ഉത്സവവും മിസ് ചെയ്യാതെ ഞാൻ പോകണം. പക്ഷെ ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത്, 4-ാം തീയതി കഴിയുമെന്നുള്ളത്. അപ്പം ഇപ്പോൾ ഞായറാഴ്ച ഇന്ന് ഇങ്ങനെയൊക്കെ അങ്ങ് പോയി, കുറച്ച് കല്യാണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നടന്നില്ല. അപ്പം ഇന്ന് ജസ്റ്റ് നമുക്കൊന്നും അവിടെ കയറാം എന്നൊക്കെ വിചാരിച്ചാൽ നടക്കുമെന്നോ നോക്കാം. കഴിഞ്ഞ വർഷം കുഞ്ഞില്ലായിരുന്നല്ലോ ഇവിടെ ഞങ്ങൾ വണ്ടിയിൽ, ഞാനും കുഞ്ഞോളും ദേവും. നീ ഇല്ലേ, ആ പിള്ളേരൊന്നും കൊണ്ടുപോയില്ല നമ്മൾ. എല്ലാ തവണയും നല്ല നല്ല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു, മറ്റേ അവരുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളും നമ്മുടെ തെങ്ങടെ അമ്പലം മുതൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഞാൻ വെച്ചാൽ ഇത്രയും ലൈറ്റൊക്കെ ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും കയറാതിരിക്കും. എനിക്കാണെങ്കിൽ മനസ്സിൽ ഇരിക്കപ്രതിയില്ല കേട്ടോ. അങ്ങോട്ട് പോയി വണ്ടിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊണ്ട് 2 സൈഡ് ഒഴിഞ്ഞിടക്കുക. പക്ഷെ നമ്മൾ തിരിച്ച് വന്നപ്പോൾ പെട്ടുപോയി കയറുന്നത്. അപ്പോൾ നല്ല തിരക്കായിട്ട് തിരിച്ചു വണ്ടിയിൽ. അപ്പോൾ ഞങ്ങൾ വയലിൻ ക്ലാസ് ചെല്ലുമ്പോഴത്തെ അവിടുത്തെ അതിഥിയാണ് കേട്ടോ. ഇവളെ ഞാൻ പൊക്കുന്നുണ്ട്, നമ്മളെ റോഡിക്ക് കല്യാൺജി ആരഞ്ചി. അപ്പോൾ അവളെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വീട്ടിലേക്ക് വരേണ്ടതായിരുന്നു, ഇപ്പോൾ ലേറ്റായി. അപ്പോൾ നമ്മൾ വയലിൻ പഠിക്കുന്ന മൊത്തം ആ സ്റ്റെപ്പിലിരുന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രശ്നമില്ല, ഒരു ശല്യമില്ല. അങ്ങനെ അവൾ തിരിച്ചിറങ്ങി കേട്ടോ. 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ 2 സൈഡിലും ഇഷ്ടംപോലെ വണ്ടികൾ. ഒരു വണ്ടി ഇടാനുള്ള സ്ഥലമില്ല. എവിടേക്കോ ഒരു ബൈക്ക് ഇരുന്നേക്ക് എടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് പാർക്ക് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ അനീഷേട്ടനെ വിളിച്ചിട്ടുണ്ട്, അവർ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നമ്മൾ ഈ ലാലൂക്കാവിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ വരുന്നവരുടെ എല്ലാവരും കാത്തിരുന്ന് കാണുക. ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ